സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ, താങ്കളടക്കമുള്ളവരാണ് രാഹുലിനെ പാലക്കാട് കാല് തൊടിയിക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷേ രാഹുൽ ആ മണ്ഡലത്തിലെത്തി. രാഹുലിനെ നിങ്ങൾ എങ്ങനെ നേരിടും? ഈ ഇത്രയും ഒരു ഗതികേട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു MLA-ക്ക് ഉണ്ടായിട്ടുണ്ടോ? 38 ദിവസത്തിന് ശേഷം ഒളിഞ്ഞ് പാലക്കാട് വരിക, അതാണ് ഒരു MLA ചെയ്യേണ്ടത്? അതും സ്വന്തം വാഹനത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. സ്വന്തം വാഹനം മാറ്റി വേറൊരു വാഹനത്തില് വല്ല കള്ളന്മാർ വരുന്നത് പോലെ പതുങ്ങി പാലക്കാട് വന്നിട്ട് ഞാൻ പാലക്കാട് വന്നു, പാലക്കാടിലെ മണ്ഡലത്തിൽ സജീവമാണെന്ന് ഇങ്ങനെയാണോ തെളിയിക്കേണ്ടത്? പാലക്കാടിലെ ജനങ്ങളെ അറിയിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു പത്രക്കുറിപ്പെല്ലാം കൊടുത്തിട്ട് അദ്ദേഹം വന്നതാണെങ്കിൽ ഞങ്ങൾ പറയാം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉത്തരം ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം വന്നതെന്നുള്ളത്. ഇത് ഇങ്ങനെ പാത്തും പതുങ്ങിയും വന്ന് പാലക്കാട്ട് വന്നു എന്ന് മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിച്ച് ഒരു MLA വരേണ്ട ഗതികേട് കേരളത്തിൽ ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. KPCCയുടെ നേതൃത്വത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട് അദ്ദേഹം തെറ്റുകാരനാണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനും ഉത്തമ ബോധ്യമുണ്ട് താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതുവരെ അദ്ദേഹം പുറത്തു വന്ന വോയിസ് ക്ലിപ്പിനെ സംബന്ധിച്ച്, ചാറ്റുകളെ സംബന്ധിച്ച് നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. അതുപോലെ തന്നെ അത് തെറ്റാണെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാമല്ലോ. നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. 38 ദിവസങ്ങളായി. അത് കൂടുതൽ വിവരങ്ങൾ വന്നു. ഒന്നിനും എതിരായിട്ടും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പോലും അദ്ദേഹം തെറ്റുകാരനാണെന്ന് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത്തരം ഒരാളെ പാലക്കാടിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അദ്ദേഹത്തിന് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് തന്റെ നിരപരാധിത്വം തെളിയിക്കുകയാണ് വേണ്ടത്. അതിന് പകരം ഈ പോലീസിന്റെ കവചം ഒരുക്കി പാലക്കാട്ടിലെ ജനങ്ങളെ കാണാൻ വരുന്നത് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനാവുകയാണ്. അതായത് പൊതുപരിപാടികൾ പങ്കെടുക്കാൻ ശ്രമിച്ചാൽ തടയും, അങ്ങനെ ആ നിലപാട് തന്നെയാണ്. അതെ, MLA എന്നുള്ള നിലയിൽ ഔദ്യോഗിക പരിപാടികൾ സംബന്ധിക്കാൻ അദ്ദേഹം എത്തിയാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. അതിൽ ആ നിലപാടിൽ ഞങ്ങൾ യാതൊരു മാറ്റവുമില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ പാലക്കാട്ടെ കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് രാഹുലിനൊപ്പമുള്ള മനസ്സാണോ, അവരുടെ പിന്തുണയിലാണോ, ആ ധൈര്യത്തിലാണോ രാഹുൽ അവിടെ എത്തിയിരിക്കുന്നത്? പാലക്കാട്ടിലെ മുഴുവൻ കോൺഗ്രസ് കൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതാനും വിരലെണ്ണാവുന്ന ആളുകൾ, അത് കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്നിട്ടുള്ള പുതിയ ഒരു മാഫിയ ഉണ്ട്. ആ മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാരെ അടക്കം സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരു മാഫിയ സംഘം കോൺഗ്രസിലുണ്ട്. ആ മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിരലെണ്ണാവുന്ന ആളുകൾ പാലക്കാട് രാഹുൽ പാലക്കാട്ട് എത്തിയിട്ടുള്ളത്. KPCCയുടെയും പാലക്കാട്ടത്തെ DCC നേതൃത്വവും എല്ലാം ഇത്തരം ആളുകൾക്കെതിരായി പാർട്ടി പാലക്കാട്ടിലേക്ക് എഴുന്നള്ളിക്കാൻ ധൈര്യം കാണിച്ച ഇവർക്കെതിരായിട്ട് കോൺഗ്രസ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? DCC പ്രസിഡന്റ് പ്രാഥമിക അംഗത്തിന് പുറത്താക്കാൻ തയ്യാറാവണം. നിങ്ങൾ എന്തായാലും ഈ രാഹുലിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതിഷേധവുമായി വരും. ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ യാതൊരു ഇല്ല. ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുത്താൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. രാഹുലിനെ ഒരു പൗരനും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം സഞ്ചരിച്ചോട്ടെ. വ്യക്തി എന്നുള്ള നിലയിൽ മരണ വീടുകളിൽ പൊയ്ക്കോട്ടെ, കല്യാണ വീടുകളിൽ പൊയ്ക്കോട്ടെ, പാലക്കാടിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പൊയ്ക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് നേരിടേണ്ടി ചെറിയ പ്രതിഷേധമല്ല എന്ന് മാത്രമാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ സി കൃഷ്ണകുമാർ.